പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല പ്രഭാതം അല്ല, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഈ ദിവസം പ്രത്യേകിച്ച് വ്യത്യസ്തമായ നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന ചിന്തയിൽ ഒരുപക്ഷെ നിരാശയിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടതായ ശക്തിയുടെ ഈ ദിവസം അനുഗ്രഹം മാത്രമായി നിറയുന്ന ഒരു വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ആ വചനം ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യമാണ്. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്നവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശു പറഞ്ഞ എന്താണ്? വിധവയുടെയും ന്യായാധിപൻ്റെ ഉപമ പറഞ്ഞു. ന്യായാധിപൻ ഒരിക്കലും നീതി നടത്തി കൊടുക്കില്ല, അതിൽ കൈക്കൂലി വേണം. വിധവയാണോ കൈക്കൂലി കൊടുക്കാൻ പറ്റത്തൂല, അതിന് പൈസയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ പൈസയില്ലാത്ത വിധവ സ്ഥിരമായി ചോദിച്ച് ഇയാൾക്ക് ശല്യം പോലെ ആകുമ്പോൾ മാത്രമാണ് ഈ ന്യായാധിപൻ നീതി നടത്തി കൊടുക്കുന്നത്. ഇതെന്തിനാ പറയുന്നറിയാമോ? രണ്ട് വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് തമ്പുരാന് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടിയാ. നീതിരഹിതനായ ന്യായാധിപനും നീതിക്ക് വേണ്ടി കരയുന്ന വിധവയും. പ്രിയമുള്ളവരെ, എന്നിട്ട് കർത്താവ് പറയാണ്, ആ നീതിരഹിതനായ ന്യായാധിപൻ നീതി നടത്തി കൊടുത്തുവെങ്കിൽ നീതിക്ക് വേണ്ടി കരയുന്ന, രാവും പകലും കരയുന്ന നമ്മളോട് ദൈവം എത്രമാത്രം വേഗത്തിൽ നീതി നടത്തി തരില്ലേ എന്ന് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കാല വിളംബരം വരുത്തുകയില്ല എന്ന് കർത്താവ് പറയാണ്. ഈ ദിവസങ്ങളിൽ ഗാവുൽത്തെ വചന കൂടാരത്തിൽ ദൈവം ഒരുക്കിയ പ്രത്യേക ശുശ്രൂഷയാണ് വാഗ്ദത്ത ശുശ്രൂഷ. വാഗ്ദത്തം 5 ആഴ്ച 5 വെള്ളിയാഴ്ച പ്രത്യേകം പ്രാർത്ഥിക്കുകയും 5 നിയോഗം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഗാവുൽത്താനാഥന്റെ കുരിശൻ ചവിട്ടിൽ തളം കെട്ടി കിടക്കുന്ന തിരുരക്തം എന്താണ് ചെയ്യുന്നത്? ഈ രക്തത്തിന്റെ യോഗ്യതയാൽ 5 നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു 5 ആഴ്ചയാണ്. ചില മക്കൾ പറയും, ബെന്യാച്ച കിട്ടിയില്ലാലോ, അനുഗ്രഹമായില്ലാലോ എന്ന് പറയും. അപ്പം ഞാൻ അവരോട്, പ്രത്യേകിച്ച് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ പറയുന്നത്, തമ്പുരാന് സമയമുണ്ട്, അത് തമ്പുരാൻ്റെ സ്വഭാവമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ വിധവയെ നിരന്തരം പറഞ്ഞ് നീ നടത്തി കിട്ടിയെങ്കിൽ, നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നുമല്ല, പറയുന്നതിന് മുന്നേ നീ നടത്തി തരും. എങ്കിൽ നിങ്ങൾ വാഗ്ദത്തം എടുത്തു വീണ്ടും പുതുക്കണമെന്ന് അച്ഛൻ ഓർപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് തരും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ സർവ്വ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഒപ്പം വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് 5 നിയോഗം ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഗ്രഹമായി മാറുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രിയമുള്ളവരെ, അനേക മക്കൾ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറുന്നു ഗാവുൽത്തെ വചന കൂടാരത്തെ അച്ഛൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നിങ്ങൾ സമർപ്പിക്കുക, നിയോഗങ്ങൾ സമർപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് നീതി നടത്തരും. നീതി നടത്തരല്ല, അപ്പുറമായിട്ടും കരുണ കാണിക്കും. ദൈവം കരുണ കാണിക്കും ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഗാവുൽത്തെ വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, ഒപ്പം തന്നെ ഈ വചനഭാഗം മറ്റു മക്കൾക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും, പങ്കുവെച്ച് അനുഭവം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെയും എല്ലാം കാത്ത് കടാശിക്കണമേ. ദൈവമേ, നിന്റെ കരുണ ആ മക്കൾക്ക് വർഷിക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം, അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.